അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്. നമ്മൾ വളരെ ആലോചിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്ന ആയത്ത് അവതരിച്ചു. അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവാചകന് വേണ്ടി സ്വലാത്തും സലാമും ചെയ്യുക. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങക്ക് എങ്ങനെയാണ് സലാം പറയേണ്ടത് ഞങ്ങൾക്കറിയാം. കാരണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത്തഹിയ്യാത്ത് അവർ തശഹുദ് ചൊല്ലി വരുന്നവരാണ്. അതുകൊണ്ട് എങ്ങനെയാണ് പ്രവാചകന് വേണ്ടിയുള്ള സലാം ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ സ്വലാത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളാൾക്കാരെന്നെ ചോദിക്കണ്ടെന്നാ പറയാ ചില ആൾക്കാരൊക്കെ. അതെന്തിനാ ചോദിക്കുന്നതാ, അങ്ങ് ചെല്ലിയാ പോരേനാ. പക്ഷേ സഹാബത്ത് അങ്ങനെയല്ല. മതത്തിന്റെ ഈ നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെ നിങ്ങൾ പറയുക. സ്വഹാബത്ത് അത് പഠിച്ചു. പ്രവാചകന് വേണ്ടിയുള്ള ആ സ്വലാത്ത് അവർ നിർവഹിച്ചു. ഈ സ്വലാത്ത് നമസ്കാരത്തിൽ ചൊല്ലൽ നമുക്ക് ഫർളാക്കുകയും ചെയ്തു. നിർബന്ധമായും ഒരു മുസ്ലിം ചൊല്ലിയിരിക്കണമെന്ന് പറഞ്ഞു. ഇതിനാണ് സ്വലാത്ത് ഇബ്രാഹിമിയ എന്ന് പറയുന്ന സ്വലാത്ത്. മുസ്ലിം ലോകത്ത് രണ്ടഭിപ്രായമില്ലാതെ എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണത്. അത് ചൊല്ലിയെങ്കിലേ നമസ്കാരം സാധുവാവുകയുള്ളൂ. അത്രയും കൃത്യമായും പഠിപ്പിക്കപ്പെട്ട സ്വലാത്ത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ഈ സ്വലാത്ത് കാണാം. അത് പഠിക്കാത്തൊരു മുസ്ലിമും ഉണ്ടാകാൻ പാടില്ല. ഈ സ്വലാത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് പകരമായി മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് നിങ്ങൾ നിർവഹിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അതിന് പകരമായി 10 നന്മയാണ് അള്ളാഹുവിൽ നിന്ന് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. അത്ര പുണ്യം നമുക്ക് സ്വലാത്തിന്റെ ഫലമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കൃത്യമായും മുസ്ലിം ലോകം പഠിപ്പിക്കപ്പെട്ട സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്വലാത്തുണ്ട്, സ്വലാത്ത് നാരിയ എന്നറിയപ്പെടുന്ന ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് ആരാണ് ചൊല്ലിയത് നമുക്കറിഞ്ഞുകൂടാ. അതേതെങ്കിലും ഹദീസിന്റെ കിതാബിലുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ആരും ചൊല്ലിയിട്ടില്ല. മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ആ സ്വലാത്തില്ല. പൂർവീകരായ അയിമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും ആ സ്വലാത്തില്ല. എന്നല്ല, ആധികാരികമായി സ്വീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥങ്ങളും നമ്മൾ കാണുന്നില്ല. പിന്നെ കാണുന്നത് ഈ അറബിയിലും മലയാളത്തിലൊക്കെയുള്ള ചില ഏടുകളുണ്ട്. അങ്ങനെയുള്ള ഏടുകളിലാണ് ഈ സ്വലാത്ത് നമ്മൾ കാണുന്നത്. പണ്ഡിതന്മാർക്കാർക്കും അറിഞ്ഞുകൂടാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത, സഹാബത്തിന് അറിഞ്ഞുകൂടാത്ത, ഇമാമുകൾക്ക് അറിയാത്ത ഈ സ്വലാത്ത് എങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ചു എന്ന് പോലും ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. പലപ്പോഴും ആളുകൾ നേർച്ചയാക്കുന്ന സ്വലാത്ത് ഇബ്രാഹിമിയല്ല. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയൊക്കെ ചില ആളുകൾ നേർച്ചയാക്കും. സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുന്ന കേൾക്കാറില്ല. നാരിയ സ്വലാത്ത് 40,000 ഒക്കെ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുന്ന കേൾക്കാം. എങ്ങനെയാണ് ഈ അടിസ്ഥാനമില്ലാത്ത, ഗ്രന്ഥങ്ങളില്ലാത്ത ഈ ഒരു സ്വലാത്ത് ഇത്രയധികം പ്രചരിച്ചു പോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ പറയുന്നത് അഫ്ഗാന്റെ ഭാഗത്തെങ്ങാനും ഇബ്രാഹിം നാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളാണത്ര ഈ സ്വലാത്ത് എഴുതിണ്ടാക്കിയത്. അതും ഈ സമീപകാലത്ത് ജീവിച്ച ഏതോ ഒരു ത്വരീഖത്തിന്റെ ആളായിരുന്നു അയാൾ എഴുതിണ്ടാക്കിയതാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. അതും രേഖാമൂലം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കിയത് ആരാണെന്നോ എവിടെ നിന്നാണിത് വന്നതെന്നോ പോലും അടിസ്ഥാനപരമായ ഒരു രേഖയുമില്ലാത്ത ഇത്തരം സ്വലാത്തുകൾ, ദിക്റുകൾ അത് സമൂഹത്തിൽ പ്രചരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെങ്കിലോ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഈ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതേ പണ്ഡിതന്മാർ പറഞ്ഞ ഒരാശയമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ആളുകൾക്ക് നിങ്ങൾ പ്രാമുഖ്യം നൽകുമ്പോൾ
നിങ്ങൾ പ്രവാചകനോട് ചെയ്യുന്ന ധിക്കാരവും അപമര്യാദയും കൂടി അതിലുണ്ട് എന്ന് ചില ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സ്വലാത്ത് അതിൽ കുറച്ചേ സ്വലാത്തുള്ളൂ. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ മുഹമ്മദിൻ, സ്വലാത്ത് അത്രയുള്ളത്. പിന്നെ അങ്ങോട്ട് പറയുന്നതൊക്കെ നമ്മുടെ കെട്ടുകൾ അഴിയുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതെല്ലാം റസൂലിനെ കൊണ്ടാണെന്നാണ്. അതെല്ലാം പ്രവാചകനെ കൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്നാണ് അതിന്റെ ബാക്കി ഭാഗം പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ടുള്ള ഒരു സ്വലാത്താണത്. അതുകൊണ്ട് തന്നെയും ആശയപരമായും ആ സ്വലാത്ത് സ്വീകാര്യമല്ല. പ്രവാചകൻ പഠിപ്പിച്ച ഈ സ്വലാത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ അത് മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു പുണ്യ സ്വലാത്താണെന്ന് വിചാരത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് പരലോകത്ത് പുണ്യമല്ല ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏത് കർമ്മവും അത് സ്വാലിഹായ കർമ്മമാവണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ടത് ഇസ്ലാമിൽ അതിന് മാതൃകയുണ്ടോ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് വരാനിരിക്കുന്ന രോഗവും അതിന്റെ ചികിത്സയും നിർണയിച്ചിട്ടുണ്ട്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ലോകത്ത് വരും. പ്രവാചകന്റെ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഒരാളൊരു കാര്യം ചെയ്യുന്നു, മറ്റേയാളത് ചെയ്യരുതെന്ന് പറയുന്നു, മൂന്നാമത്തെ ഒരാള് ചെയ്യാണ്ടിക്ക് എന്ത് ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയങ്ങളിലും മുസ്ലിം ലോകത്ത് വരും. അങ്ങനെയുള്ള ഭിന്നതകളും വീക്ഷണ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും കാണുമ്പോൾ ശരിയും തെറ്റും നിങ്ങൾക്ക് തിരിച്ചറിയാൻ എന്ത് വേണം? ഈ രോഗത്തിന് ചികിത്സയുണ്ട്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും സ്വീകരിച്ചത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. പ്രവാചകന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് രാജ്യഭരണം നടത്തിയിട്ടുള്ള ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഈ മഹാരഥന്മാരായ സ്വഹാബികൾ, അവരുടെ ചര്യ നിങ്ങൾ അവലംബിക്കുക. അത് മാത്രമാണ് പരിഹാരം. അതേ പരിഹാരമുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആളുകൾ ഉണ്ടാക്കി എന്നുള്ളത് പരിഹാരമല്ല. അവരിലേക്ക് നോക്കാൻ നമ്മളോട് പറയുന്നില്ല. പ്രവാചകൻ രോഗത്തിനുള്ള ചികിത്സ പറഞ്ഞത് നിങ്ങൾ പരിശോധിക്കേണ്ടത് എന്റെ ചര്യയിലുണ്ടോ, ഖുലഫാർ റാഷിദുകളുടെ ചര്യയിലുണ്ടോ, സ്വഹാബത്തിന്റെ മാതൃകയുണ്ടോ? എങ്കിൽ അത് സ്വീകരിക്കുക, ഇല്ലേ അത് മാറ്റിവെക്കുക. ഇതാണ് ഒരു കാര്യം. പരലോകത്ത് പുണ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ആലോചിക്കുവാനുള്ള വഴി. അപ്പൊ നമ്മുടെ തീരുമാനമല്ല, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാവുന്ന കാര്യമല്ല പുണ്യകർമ്മം എന്നുള്ളത്. അത് മാതൃകാപരമായി നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നർത്ഥം.